നിലമ്പൂരിൽ പോളിംഗ് തുടരുന്നു. ഉച്ചയ്ക്ക് 1 മണിവരെ 46.73% പോളിംഗ് രേഖപ്പെടുത്തി. കനത്ത മഴയിലും മികച്ച പോളിംഗ്. പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം വോട്ട് രേഖപ്പെടുത്തി. ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഉച്ചവരെയുള്ള കണക്കാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. 46.73%. ഇപ്പോൾ 50% മുകളിൽ ആയിട്ടുണ്ടാകും പോളിംഗ്. താരതമ്യേന നല്ല പോളിംഗ് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെ ഇപ്പോൾ ഈ ഏകദേശം 2 മണി ആയിരിക്കുന്നു സമയം. 50% മുകളിലായിരിക്കുന്നു പോളിംഗ്. അതുകൊണ്ട് തന്നെ താരതമ്യേന ഒരു ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ആകെ ഉള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ കൂടുതൽ ആളുകൾ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ വിവിധ ബൂത്തുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പ്രതികൂല കാലാവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം വകവയ്ക്കാതെ തന്നെ ആളുകൾ ഈ ബൂത്തുകളിലേക്കൊക്കെ എത്തിയിരുന്ന ഒരു കാഴ്ച നമുക്ക് വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ കാണാൻ കഴിഞ്ഞു. പിന്നീട് കാലാവസ്ഥ അനുകൂലമായി രാവിലെ മാത്രമാണ് അല്പം മഴ പെയ്തത്. പിന്നീട് മൂടിക്കെട്ടിയ അന്തരീക്ഷം ആയിരുന്നെങ്കിൽ പോലും മഴ വലിയൊരു തടസ്സം ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ആ സമയങ്ങളിലെല്ലാം തന്നെ വോട്ട് ചെയ്യാനായി എത്തിയിരുന്നു. പ്രത്യേകിച്ച് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നഗരസഭയിലടക്കം അത്തരത്തിൽ ഭേദപ്പെട്ട ഒരു പോളിംഗ് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലും അടക്കം അത്തരത്തിൽ മോശമല്ലാത്ത രീതിയിലുള്ള ഒരു പോളിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഉച്ച ആയതുകൊണ്ട് തന്നെ കാര്യമായ ആളുകളൊന്നും തന്നെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ ഇല്ല, വോട്ട് ചെയ്യാനായി ഇല്ല. ഒരു വൈകിട്ടോടുകൂടി വീണ്ടും കൂടുതൽ ആളുകൾ എത്തും എന്നുള്ള ഒരു അനുമാനത്തിലാണ് സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാം തന്നെ. നമുക്കറിയാം, നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഏകദേശം 2,32,000 വോട്ടർമാരാണ് ആകെ ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണുള്ളത്. 1,18,000 കൂടുതൽ സ്ത്രീ വോട്ടർമാർ ഉണ്ട്. നമുക്ക് രാവിലെ മുതലുള്ള ദൃശ്യങ്ങൾ തന്നെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് വോട്ട് ചെയ്യാനായി ഈ സമയങ്ങളിലെല്ലാം തന്നെ എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂർ മണ്ഡലത്തിലും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് ഉള്ളത്. 1,13,000 വോട്ടർമാർ മാത്രമാണ് ഈ പുരുഷന്മാരായി ഉള്ളത്. അതോടൊപ്പം തന്നെ 7,000 കൂടുതൽ പുതിയ വോട്ടർമാർ ഉണ്ട്. അതോടൊപ്പം തന്നെ 14 സാധ്യത ബൂത്തുകൾ ഉണ്ട്. 3 വനത്തിനുള്ളിലാണ്, 11 മറ്റ് 7 ഇടങ്ങളിലായി ഉള്ളത്. ഇവിടങ്ങളിലെല്ലാം തന്നെ സുരക്ഷാ സംവിധാനം വളരെ ശക്തം തന്നെയാണ്. 1,200 പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം വിവിധ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു കമ്പനി കേന്ദ്രസേന ഉണ്ട്. വിവിധ ഇടങ്ങളിൽ പട്രോളിംഗ് അടക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നിലമ്പൂരിൽ ഇപ്പോൾ പോളിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഈ മണ്ഡലത്തിൽ ആകെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി തന്നെ നമുക്ക് ഫലം പറയാൻ കഴിയാത്ത അത്ര ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് പരസ്യ പ്രചാരണങ്ങളിലടക്കം നമുക്ക് ഉടനീളം കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്തായാലും ജനങ്ങൾ ആ രീതിയിൽ തന്നെ കൃത്യമായി തന്നെ വോട്ട് ചെയ്യാനായി ഓരോ ബൂത്തുകളിലും എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ 263 ബൂത്തുകളാണ് ആകെ ഉള്ളത്. അതായത് 59 പുതിയ ബൂത്തുകൾ ഉണ്ട്. അതടക്കം 263 ബൂത്തുകളാണ് ആകെ ഈ ഒരു നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. നിലവ ശിവദാസ്, ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഈ പഞ്ചായത്തുകളിലൊക്കെ എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്? എവിടെയാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തുന്നത്? അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ താരതമ്യേന പോളിംഗ് കൂടുതലാണ്. മറ്റ് ഗ്രാമപ്രദേശങ്ങളിലാണ് ഇപ്പോൾ പോളിംഗ് അല്പം കുറവ്. ഗ്രാമപ്രദേശങ്ങളിൽ പോളിംഗ് അല്പം കുറവാകാൻ കാരണം ഇത്തരത്തിൽ മലയോര മേഖലയിലെ നിരവധി പ്രശ്നങ്ങൾ നിലമ്പൂർ നിയമസഭാ മണ്ഡലം നേരിടുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ട്. പക്ഷേ അത്തരം വിഷയങ്ങളൊന്നും തന്നെ ഈ പ്രചാരണ രംഗത്ത് ഇടത് വലത് സ്ഥാനാർത്ഥികളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പോളിങ്ങിനെ അത് ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കാരണം ഉച്ചവരെ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് മലയോര മേഖലയിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റ് ഗ്രാമപ്രദേശങ്ങളിലും പഞ്ചായത്തുകളിലും കാര്യമായ ഒരു പോളിംഗ് ഇതുവരെ ശതമാനം രേഖപ്പെടുത്തിയിട്ടില്ല. അതേസമയം ഏറെക്കുറെ നഗരപ്രദേശങ്ങളിൽ ഉള്ള ഭാഗങ്ങളിലാണ് കൂടുതലായും പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും അതോടൊപ്പം തന്നെ ചുങ്കത്തറ നഗര കേന്ദ്രീകൃതമായ പഞ്ചായത്തായ ചുങ്കത്തറയിലടക്കം മറ്റ് ഗ്രാമപഞ്ചായത്തുകളെ അപേക്ഷിച്ച് അല്പം ഭേദപ്പെട്ട പോളിംഗാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്ക് ഇക്കാര്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മലയോര ജനത അനുഭവിക്കുന്ന
നിരവധി പ്രശ്നങ്ങൾ ഉണ്ട്, വിവിധ പ്രശ്നങ്ങൾ ഉണ്ട്. അതെല്ലാം തന്നെ പ്രചാരണത്തിൽ കാര്യമായി ഇടത് വലത് മുന്നണികളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. പ്രത്യേകിച്ച് മതഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് ഈ 3 ആഴ്ച കാലം ഉണ്ടായിരുന്ന ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായൊരു ഇടപെടലും പരിഹാരവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ അവർക്ക് മറുപടി പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിൽ അവർ ഒരുപക്ഷെ മറുപടി പറയുമോ അതെ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ ഒരു മലയോര പ്രദേശങ്ങളിൽ താരതമ്യേന പോളിംഗ് കുറവ് എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. എന്തായാലും വൈകിട്ടോടെ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തും എന്നൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം സ്ഥാനാർത്ഥികളെയൊക്കെ കണ്ടപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളാണ് എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായത്. നിലവിലിപ്പോൾ കാലാവസ്ഥ കൂടി അനുകൂലമാണ്. ഇന്ന് കാര്യമായ മഴ ഒന്നും തന്നെ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ മഴ ഒരു പോളിംഗിന് തടസ്സമാകുന്ന രീതിയിൽ മഴ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. രാവിലെ മാത്രമാണ് അല്പം മഴ പെയ്തിരുന്നത്. ആ സമയത്ത് പോളിംഗ് കുറവായിരുന്നു. പിന്നീട് നല്ല ഒരു കാലാവസ്ഥ കൂടിയായിരുന്നു. വെയിലാണ് ഈ വിവിധ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തടസ്സങ്ങളൊന്നും തന്നെ നിലവിൽ ഇല്ല. പക്ഷേ ഇപ്പോഴും കാര്യമായ ഒരു പോളിംഗ് ഇതുവരെ ഉച്ച ആയിട്ടും കാര്യമായൊരു പോളിംഗ് ഇല്ല എന്നുള്ളതാണ് നമുക്കിവിടെ വ്യത്യസ്ത ബൂത്തുകൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ ഏറ്റവും കുറവ് ഗ്രാമപ്രദേശങ്ങളിലുള്ള പോളിംഗ് ബൂത്തുകളിലാണ്, ഉൾപ്രദേശങ്ങളിൽ ഉള്ള മലയോര മേഖലയിൽ ഉള്ള ബൂത്തുകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. നിലിമ. ശിവദാസാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.